അല്ലേ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കേറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗുണ്ടായാലും ഇത് നോക്കടാ, ഇത് നോക്കടാ. ഈ ലൈവ് വന്നില്ലേ? ലൈവ് വന്നില്ലേ? ഇല്ല, വന്നായിരുന്നു. ഷെയർ സ്ക്രീൻ ഗൈസ്. സത്യമായിട്ട് ഞാൻ ഈ കണ്ണാടി വെച്ച് ഇരുന്നതല്ല, ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുവോ, മനസ്സിലായോ? ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുവോ. ഉറങ്ങിപ്പോയി. എററുണ്ട് ഈ ആ ഫോട്ടോയില്. എന്ത് സിക്സ് പാക്ക് എങ്ങനെ വന്ന്? ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാ ഗൈസ്, സത്യം ഞാൻ പറയാം. ഈ കണ്ണാടി എന്റെ മുഖത്ത് കൊണ്ട് വെച്ചതാണ്, മനസ്സിലായ? ആ എടാ, ഇതാ ഇന്നത്തെ ഫോട്ടോ. ഇതാണ് നമ്മുടെ ആം റെസ്ലിംഗിന് പോണ കുട്ടി, മനസ്സിലായ? ഇതാണ് ആള്. ഇന്ന് നമ്മള് പോയി കണ്ടത് എവിടെയാണ്? അതാരാ ചേട്ടനാണോ? കിക്ക് പാർട്ണർ പ്രോഗ്രാമില് കോൺട്രാക്ടിന്റെ എത്ര സാലറി ഉണ്ടാവുമോ? അതിന്റെ മൂന്നാലും എനിക്കത് കഴിക്കാൻ പറ്റില്ല. അണ്ണാ ചോദിച്ചില്ലേ വാഷ് ചെയ്താൽ പോവില്ലേ എന്ന്? അണ്ണാ ഇത് ഫെയ്ഡ് ആവില്ല, പിന്നെ അക്രിലിക് പെയിന്റ് അല്ല, ബ്ലീച്ച് പെയിന്റ് ആണ്. അവൻ നൈസായിട്ട് അതിനകത്തോടെ പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. നീ അതിന് ഇട്ടേക്കണം, നീ വാഷ് ചെയ്യണ വീഡിയോ കള്ളനാ. കള്ളം പറയണ, കള്ളം. കള്ളം, ഞാനാണ് കള്ളൻ. അവൻ കണ്ടാ വെറുതെ അവൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ ഇട്ടില്ല, പ്രൂഫ് കാണിച്ചില്ല. പ്രൂഫ് വേണേ. She experienced 4 different emotions in less than 1 minute. Ummadığında bir güneş parlar bazen. Gitti derken her şeyinden gitti derken sabrettiğinden. Tam o anda ummadığında bir güneş parlar bazen. Hayat şaşırtır hep zaten. Ben gittim öyle. ഞാനൊക്കെ എപ്പോഴേ ഞാൻ ആയിരുന്നപ്പെണ്ടെങ്കിൽ ഞാൻ അവനെ എപ്പോഴേ റിജക്ട് ചെയ്തേനെ സ്പോട്ടില്. പിന്നല്ലാതെ Bro, please come with me, bro. I am YouTuber. I need 20 kill. So don't kill bot, bro. I have one challenge, okay? Please accept and hear everyone. Please turn on your mic. Please mark bot, okay, bro? Because I have one challenge, bro. 20 kill challenge. Please turn on your mic. I will send you GPay for rupees, okay? Everyone, please turn on your mic, bro. Please turn on your. Okay, bro. Please check my channel also, bro. Please check my channel also, okay? Bro, channel, bro. Sai Poppy, bro. Sai Poppy. So both mark कर दो. I have 10k challenge. 20 kill is equal to 10k. Okay, I will send you 1k in GPay. Please check my channel, okay? 1k in GPay. എടാ എന്തൊക്കെ പറഞ്ഞല്ലോ, ട്രെയിൻ യുവർ മൈക്ക്, അതെന്താ പറഞ്ഞേ? Tran your mic, tran. Turn your mic on. എടാ എന്തിനാണ് ലാംഗ്വേജ് എന്തിനാ ഉപയോഗിക്കണേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവന് മനസ്സിലായി, അതാ അത്രയും മതി. അല്ലാതെ ഗ്രാമൊക്കെയാണോ വേണ്ടത്? പിന്നെ കാര്യം അത്ര മനസ്സിലായത്. എവിടെ പോലും ജീവിക്കും നമ്മളെ മലയാളികൾ, മനസ്സിലായ? അത്രയും മതി, അതിൽ കൂടുതൽ എന്തിന്? അണ്ണാ ദേവൂട്ടിന് വാങ്ങി കൊടുക്കാനാന്ന് പറഞ്ഞ അണ്ണ ന്യൂസ് ആക്കിക്കോ. ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട്ട് തിരിച്ചതിന് ശേഷം അങ്ങോട്ട് കോരുക. പിള്ളേരെ പേരും പറഞ്ഞ് അപ്പന്മാരൊക്കെ പെട്ടെന്ന് മേടിച്ചു പോണം കേട്ടോ. കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ഒരു 2 ടേൺസ് വരൊക്കെ ഇത് മേടിച്ചാ ഞാൻ ദേവൂട്ടന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ലോറി കൊണ്ടുവരാളിയാ. എനിക്ക് ലോറി അല്ല, എനിക്ക് ബുൾഡോസർ വേണം. അതന്നെ ഇതെടുത്ത് ഒക്കെ നമുക്കിത് കറക്കാൻ പറ്റും കേട്ടോ. ഈ ഫുൾ ബോഡി നമുക്ക് ആസിക്കകത്ത് തന്നെ നമുക്ക് മെറ്റൽ ബക്കറ്റ് ആണ്. ഇത് മെറ്റൽ ബക്കറ്റ് ആണ്. നമുക്ക് ഉണക്കാൻ ഉണ്ടാവും. ഒരു റിയൽ എഞ്ചിൻ പോലത്തെ നമുക്ക് ഫിൽ ചെയ്ത് ഉണക്കം ഓഫാക്കുകയും ചെയ്യാം. അല്ല വണ്ടി നമുക്ക് തള്ളി നീക്കാം. ഒരു ഒറിജിനൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് നമ്മുടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ടോയ് ഗ്രേഡ് ആണെന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് ഓണാക്കാം. എനിക്ക് ഉറപ്പാ ദേവൂട്ടന് ഇത് വേണം. ഇത് ദേവൂട്ടന് വേണം, എനിക്ക് ഉറപ്പാണ്. 100% ഉറപ്പാ. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടളിയാ. ഇതിനൊക്കെ എത്ര രൂപയാവും ഗൈസ്? ഓഫാക്കുകയും ചെയ്യാം. അതുപോലെ എഞ്ചിൻ സൗണ്ട് 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല മോനെ. 5000 രൂപയ്ക്കൊന്നും ഇത് കിട്ടൂല. ഇതൊന്നും മെറ്റൽ. എടാ ഒരു മെറ്റൽ സ്റ്റീൽ കാർ ചെറുതിന് തന്നെ എന്തൊരു വിലയായിരിക്കും. ഇതൊക്കെ 5000 രൂപയ്ക്കൊന്നും കിട്ടൂല. 10 to 20k. എല്ലാ ആംഗിളിലേക്കും നമുക്കിത് ഓടിക്കാൻ പറ്റും കേട്ടോ. അതാ ഉണ്ടോ?
ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പവർ ആണ് ഈ വണ്ടി. എത്ര കാറടാ പുള്ളിയുടെ ബാക്കിൽ ഇരിക്കണേ നോക്ക്. ടേബിൾ വലിച്ചോണ്ട് പോകുന്നുണ്ടോ? നമുക്ക് ഫ്രണ്ട് ടേബിൾ ആണെന്ന് വലിച്ചോണ്ട് പോണം. ഞാനോർത്ത് പുള്ളി വിരൽ വെച്ച് ഇതുണ്ട് നോക്ക്. ഇതിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ഫീൽഡ് ഓറിയന്റഡ് കൺട്രോൾ ഉള്ളതുകൊണ്ട് പുള്ളി അവിടെ സ്റ്റേബിൾ ആയിട്ട് പിടിച്ചു നിർത്തുക. അപ്പൊ തറയിലിരിക്കുന്ന സർഫസ് ടേബിൾ ആണത് വലിച്ചു നീക്കണം. നോക്കിയോ നല്ല പവർ ആണ് ഈ വണ്ടി. ചെയ്തുണ്ടോ? നമുക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഓടിക്കാം, പിന്നെ ഫുൾ ടൈപ്പ് 4 വീൽ ഡ്രൈവിൽ ഓടിക്കാം, പിന്നെ നമുക്ക് റിയർ വീൽ ഡ്രൈവിൽ ഓടിക്കാം. ഗൈസ്, ഇതാണ് റലാലോന്റെ MK07 1/7 സ്കെയില്. ഒരു ഭീകര സാധനമാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻഷ്യൽ ലോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ലോക്കേഴ്സ് ടയർ ഞാൻ ഫ്രണ്ടിൽ കുത്തിയുണ്ടോ, ആ ഒരു ടയർ മാത്രം കറങ്ങുന്നുണ്ടോ. സോ നമ്മൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്കർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നീ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയാലും സൈസ് കണ്ടാടാ അതിന്റെ. ചുമ്മാ ഒരു രക്ഷയില്ല. ഹൈയും ലോയും ആയിട്ടുള്ള ഒരു 2 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്തുള്ള. ഒരു ലോഡ് ലൈറ്റ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. 70,000 to 80,000 ആണ് ഇവന്റെ പ്രൈസ്. 70,000 തൊട്ട് 80,000 രൂപ വരെയാണ് ഇതിന്റെ പ്രൈസ്. ഒന്ന് സ്കൂട്ടർ വാങ്ങിക്കാം. ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ സുന്ദരിനെ പണിയാം. സ്കൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയ ഇതിന്റെ ഒരു പവർ ഇപ്പൊ എത്ര റേറ്റ് എന്ന്. ഇത് ദേവൂട്ടന് ഇഷ്ടപ്പെടും. ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ഡൗൺലോഡ് ആക്കി. ഇപ്പൊ 5 മാസമല്ല ആയുള്ളൂ. 6 മാസമൊക്കെ ആവുമ്പോ ഇഷ്ടപ്പെടും ഉറപ്പാ. 1 മാസം കഴിഞ്ഞാൽ അവൻ എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പ് ദേവിട്ട് അതിന്റെ മേളിലിരിക്കും. നമ്മൾ ഓട്ടിക്കും. ഏത് 13 വയസ്സായ 13 വയസ്സുള്ള കുട്ടി രക്ഷിതാക്കളോട് ദേഷ്യപ്പെടും. കാരണം ഇത് കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആണ് നിങ്ങൾ അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതുവരെ കുട്ടികള് അച്ഛന്റെ അമ്മേനെ ഒക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അറ്റൻഷൻ സീക്കിംഗ് ഒക്കെയാണ്. 13 വയസ്സാകുമ്പോൾ അവന്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് അവനൊരു വ്യക്തിത്വം വരും. അപ്പൊ അവന് മനസ്സിലാവും ഇനി ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അവൻ അവന്റെ പ്രകൃതം കാണിക്കും, അവന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കും, അവന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. അത്രയും കാലം മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ അല്ലെ കാണാത്തൊരു അമ്മ അത് കാണുമ്പോൾ ആകെ തകർന്നു പോകും. അപ്പോഴാണ് ആ ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത്. സത്യത്തിൽ അങ്ങനെ വരുന്ന 99% കേസുകളിലും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് പാരന്റ്സിനാണ്. 13ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അപ്പയുടെ മമ്മിയോട് ഞാൻ ഇത് ചിലപ്പോ മേ ബി സയന്റിഫിക്കലി ഇവര് ചിലപ്പോ പ്രൂവണോ വല്ല ആയിരിക്കും, എനിക്ക് അറിയണം. പക്ഷെ 13ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ അപ്പയുടെ മമ്മിയോടൊക്കെ ചൂടാവാനും ദേഷ്യപ്പെടാനും പേടിയായിരുന്നു സത്യമായിട്ടും. പിന്നെ എന്നെ അടിച്ച് തേച്ചിക്കൂലേ, ഒരു സംശയമില്ല. എന്നെ അറിയൂലേ വീട്ടില്. അത് എനിക്ക് പേടിയായിരുന്നു. ഞാൻ എന്റെ കാര്യം പറയണേ, എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. പിന്നെ എന്റെ കൊച്ചിന് 13 വയസ്സായിട്ടില്ല, 5 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞ് വളർന്നു വന്ന് 13 വയസ്സാകുമ്പോൾ ഞാൻ എന്റെ അച്ഛനുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് തരാം. മോനായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ 13ാമത്തെ വയസ്സിൽ എന്റെ അച്ഛനോട് അമ്മയോട് ചൂടാവില്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ദേഷ്യം കാണിക്കുകയൊന്നും ഇല്ലായിരുന്നു. അവകാശങ്ങളാ. ഈ പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ നമുക്ക് അറിയാൻ സംവിധാനമുണ്ട്. അവര് ഋതുവാവും. ആൺകുട്ടികൾ വലിയ കുട്ടിയായോന്ന് അറിയാൻ ആകെയുള്ള വഴി ഈ ദേഷ്യം പിടിക്കുക, ശബ്ദത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരിക, ഞാൻ എന്റേത് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാ, ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഉപദേശം ഇഷ്ടമില്ലാതാവുക. ഇതൊക്കെ അവരുടെ ഒരു വളർച്ചയായിട്ടാണ് കണ്ടത്. അതിലൊരെണ്ണം ശരിയാണ് കേട്ടോ, ഉപദേശം ഇഷ്ടമല്ലാതാവുക. അതെനിക്ക് അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ കുട്ടികൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ പാൽപ്പായസം അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അടുത്ത വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുക. കാരണം എന്റെ വീട്ടിൽ പെൺകുട്ടി വലിയ കുട്ടിയായാൽ ഞാൻ ആഘോഷിക്കുന്നത് പോലെ ആൺകുട്ടികൾ വലിയ കുട്ടിയായെന്നുള്ള ലക്ഷണമാണത്. അത് ആഘോഷിക്കുകയാണ് വേണ്ടത്. അവനെ ഒരു വലിയ വ്യക്തിയായി കണക്കാക്കണം എന്നാണ്. അന്ന് മുതൽ കുട്ടികളോട് പെരുമാറുന്ന രീതി ഇപ്പം ഞാനിപ്പോ എന്റെ എക്സാമ്പിൾ പറയാം. ഇതുപോലെ ഇപ്പൊ ഞാനിപ്പോ എന്റെ 13ാമത്തെ വയസ്സിൽ ഇങ്ങനെ പപ്പയുടെ അടുത്ത് ഇങ്ങനെ ചൂടായിരുന്നെങ്കിൽ പാൽപ്പായസം അല്ല ഇഡലി സാമ്പാറും ഉണ്ടാവും എന്റെ വീട്ടിൽ. അതും മരണാന്തര ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ ദിവസമല്ലേ, ആ 16ാമത്തെ ദിവസത്തില് എന്റെ വീട്ടില് ഇഡലിയും സാമ്പാറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടുകാർക്ക് കഴിക്കാൻ. അത് 100%. അതിന് ആ കാര്യത്തില് അത് സത്യമാണ്. എടാ ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 3-4 വർഷമായിട്ട് കുടുംബം നോക്കണത് ഞാനാണ്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഡിസിഷനോ കാര്യങ്ങളോ മമ്മിയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ പപ്പ അതുവഴി പോയാൽ എന്റെ ശബ്ദം താഴും.
ഞാൻ സത്യമായിട്ട് പറയണേ, എനിക്ക് പേടി അങ്ങേരെ ഇപ്പോഴും. എനിക്ക് പറയാൻ ഒരു മടിയില്ലടാ. എന്നെ അങ്ങേരെ ആയ കാലത്ത് മറ്റേ അങ്ങേരെ എനിക്ക് അങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ എന്റെ എല്ലാം ഇതാവുമായിരുന്നു. ഇപ്പോഴും ഞാനിങ്ങനെ മമ്മിയെ അടുത്ത്, മമ്മി അത് ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്താ മറ്റേ ഭീഷ്മയിലെ സീൻ കണക്ക് ലൈവിടാ സമയമായെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അടിച്ച് ഞാനിങ്ങനെ മേളിൽ പോരും. മനസ്സിലായി? ഇതാണ് ഞാൻ എന്റെ കാര്യം ഓണസ്റ്റായിട്ട് പറയണേ. ഇതാണ് ഞാൻ അത് എനിക്ക് ഈ പറഞ്ഞ സാധനം എന്റെ ഇതിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. സത്യമായിട്ട് പറയാലോ, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എല്ലാത്തിനും ഈ T47 പിള്ളേരെ വലിച്ചിടല്ലേ. അമ്മമാർക്ക് ദേഷ്യം വന്ന അമ്മമാർ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് സിറ്റിക്കകത്തിട്ട് അടിച്ച് പറിക്കുവേ. അടിയെല്ലാം കൊള്ളാണ് ഞങ്ങളാണേ. എല്ലാത്തിനും ഇങ്ങനെ ഓരോ പറയല്ലേ അമ്മമാരെ. മനസ്സിലായ? അടിച്ചു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ കിട്ടും കേസ്. ഒരു സെക്കൻഡ് അണ്ണാ ബാബു. അച്ഛനില്ലാത്ത കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരായിരിക്കും, നിന്നെ പോലെ. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലേ നിങ്ങളെ പോലെ? അതെന്തൊരു ഡബ്ബല്ലേ, ആ ഡബ്ബ് സൗണ്ട് കേട്ടോ നിങ്ങള്? അയ്യോ, കമലഹാസന് ഡബ് ചെയ്തൊക്കെ സൗണ്ട്. തമാശയാ. അപ്പൊ അച്ഛൻ ആരാണെന്ന് അറിയാത്ത കുട്ടികൾ അതിനേക്കാൾ മിടുക്കന്മാരായിരിക്കും അല്ലേ നിങ്ങളെ പോലെ? എന്തൊക്കെ സാധനങ്ങള് കാണണം ദൈവമേ, ഒരു ദിവസം ജീവിച്ചു പോണമെങ്കിൽ. റിയലി എൻജോയ്ഡ് യുവർ RP ഓസം. റിയലി RP ലൈഫ് റിയൽ ലൈഫ്. റിയാക്ഷൻ മാത്രം ചെയ്തിരുന്നു സബ് കൂട്ടുന്ന സേച്ചുമാരി ലൈവ് കാണണം. പ്രശ്നമായാലോ അവർക്ക് വിഷമാവൂല. എത്ര നാളുണ്ട് ലൈവ് ചെയ്യണത്? അമൽ ടൂറ്റൂടെ അവനിവിടെ കണ്ട കിക്ക് ചെയ്തേക്കണേട്ടാ. ഇവര് അടിപൊളിയായിട്ട് RP ചുമ്മാ പറഞ്ഞേട്ടാ. അവളിപ്പോ റെഗുലർ ആയിട്ട് RP കളിക്കണ കൊച്ചാണ് നമ്മുടെ റൈറ്റ് ബോക്സ്. സത്യമായിട്ട് കീരിയാണെങ്കിലും ഈ കൊച്ചാണേലും നന്നായിട്ട് RP കളിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഫ്രീ ആയി കഴിയുമ്പോൾ ഡൈന ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിയുണ്ട്, റാഷ, നമ്മുടെ സെർവർ കളിക്കുന്നത് പുള്ളിക്കാരി. ഇന്നൊരു RP ഇട്ടുണ്ട്, നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ ചേക്കുന്ന ചെയ്തേക്കുന്ന ആർക്ക് കണ്ടു നോക്കണം കേട്ടോ. സമാധാനിപ്പിക്കും. മോളെന്തിനാണ് വിഷമിക്കുന്നത്? ഒന്നുമില്ല. ടർഫ് പ്ലാൻ ചെയ്യാൻ വിളിച്ചിട്ട് 2 ദിവസമായിട്ട് ആളെ സത്യം ഓഫ്ലൈൻ ബോളിന്റെ വിഷമം തിരക്കാൻ വേണ്ടിട്ട് പുള്ളി സിറ്റി ആക്റ്റീവ്. ഞാൻ ഇതിനെ വിളിച്ചപ്പോ സെർവറിന്റെ കാര്യങ്ങൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു തോന്നുന്നു പുള്ളി 2 ദിവസമായിട്ട് സെർവറിൽ ചെയ്തോണ്ടിരിക്കണേ. ബോൾ എന്തിനാ വിഷമിക്കണേ? ഇത് എന്റെ സിനിമാറ്റിക്സിൽ പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗാണ്. മനസ്സിലായ? പറയുന്നത് ഞാൻ ഇവരുടെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പോലും പറഞ്ഞിട്ട് അവര് കാണിച്ചു തന്നില്ല. അവസാനം അവര് കാണിച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് ദൂരത്തുനിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി. സിറ്റിയിൽ അറിഞ്ഞില്ലേ ആള് ക്യാരക്ടർ ഉണ്ടാക്കി പോയി. ഇവര് കൊറേ മരണമുണ്ട് കേട്ടോ സിറ്റിയില്. എന്തിനാ കരയുന്നത്? എനിക്ക് ആളൊന്ന് കണ്ടാ മതി. എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണ് വേണം. കണ്ടോ പറയണേട്ടോ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? അല്ലേ, സിറ്റിയിൽ RP ഇല്ലെന്ന് ആരാടാ പറഞ്ഞത്? കാണിച്ചൊരു RP എന്തുവായാലും ഇത് എങ്ങനെയാടാ നിസ്സാര കാര്യമല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെയാണ് താങ്ക് യു. നല്ലൊരു ഫീച്ചറുണ്ട് ആട്ടോ കൊച്ചിന്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന RP ആണെന്ന് ഞാൻ ആലോചിക്കും. നമ്മളിപ്പം ഒറ്റയടിക്കല്ല നമുക്ക് കിട്ടണമെന്നില്ല. നമുക്കും ഒരു ഇത് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. അതെ, ഞാനും എന്റെ പെണ്ണ് വരാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാത്തിരിക്കുന്നുണ്ട് ഒരു കൊച്ച് സിറ്റിയില്. ഞാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനും കമ്മിങ് സൂൺ. കഷ്ടപ്പെടണം. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, നന്നായിട്ട് കഷ്ടപ്പെട്ടു. ബട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് ഇപ്പോഴായിരിക്കും കിട്ടുന്ന. ഞാൻ ഒരു സത്യം പറയാൻ പോണ്. ഇനിയിപ്പോ അടി കിട്ടിയാലും വേണ്ടിയില്ല. ഞാൻ സത്യം പറയണം. എന്റെ പൊന്നും ക്യൂട്ടി പോയി മോളെ.
റിയൽ ലൈഫിലും എനിക്ക് സമാധാനം കിട്ടിട്ടില്ല. കുറച്ച് ദൂരം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറ്റിയിലൊക്കെ കയറുന്നത്. മനസ്സിലായോ? ഞാനിവിടെയെങ്കിലും കുറച്ച് സന്തോഷവും കെയറിങ്ങും ഒക്കെ ഞാൻ അനുഭവിച്ചോട്ടെ. എന്നെ വെറുതെ വിടൂ പ്ലീസ്. റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ്, വെറുതെ വിടൂ. വോട്ടറെ മേടിക്കൂലല്ലോ, കൊന്നാലും ഞാൻ വോട്ടർ മേടിക്കൂലല്ലോ. അല്ല പിന്നെ അന്തസണ്ണ ന്യൂ കോൾ അൺലോക്ഡ്. എല്ലാത്തിനും ചാറ്റി കിടന്ന് കൊണയടിക്കുന്നവർക്കാണ് ഇത്. ഇടിച്ചു നിന്റെയൊക്കെ. ഓക്കെ പരുന്ത് വാസു. അന്തസണ്ണ ന്യൂ കോൾ. പുതിയ കോൾ വന്നാ? അല്ല ഞാൻ വിളിക്കുന്ന ഇയാളല്ലേ വിളിക്കാൻ പറഞ്ഞത്. അടിയും കൊള്ളും കേട്ടോ. 3 മിനിറ്റ് കഴിഞ്ഞ് വിളിക്ക് എന്ന് പറയുമ്പം ഞാൻ വിളിക്കുമെന്ന് പറയും. അല്ല സാറേ, ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ്. ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഹലോ, ഉത്തർപ്രദേശിൽ എന്താ ചെയ്യണ്ടോ ഇവരെ? പയ്യൊക്കെ ലോട്ടോണിലാണ് കേട്ടത്. ഹലോ, ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കിടക്കുകയാണ്. അപ്പൊ സാറിനൊന്ന് ഇടപെട്ടൂടെ? പാവങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. എവിടെ വീട്? ഞാൻ മണിപ്പൂരിൽ നിന്നാണ്. മണിപ്പൂര്? ഓ, മണിപ്പൂരിലാണോ ഇയാള് ഉള്ളത്? ഓ, ഇയാളെ പേരെന്താ? എന്റെ പേര് ഭഗത് സിംഗ്. ഭഗത് സിംഗോ? ഓ. നാട്ടിലെവിടെയാ? അയ്യോ, ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ. ഞാൻ അവിടെ നിന്ന് പോയിട്ടില്ല. നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. ചില്ലറ കഴിയാണോ? നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? നാട്ടിലെവിടെ? കേരളത്തിലെവിടെയാണെന്ന്? ഈ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയത്തില്ല. നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ? അതാരാ? നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ? പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത്? നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ? ഫാദർ. കോൺ സാ ഫാദർ? ഓടാ. ഇവന്റെയൊക്കെ ധൈര്യം നോക്കടാ. ഇവന്മാരെല്ലാം ബൂത്തിന്നായിരിക്കും വിളിക്കണേ. പിന്നല്ലേ. എന്നാലും CCTV അതൊക്കെ ഉണ്ടാവൂലടാ. ഇവരെ ഒന്ന് വെറുതെ വിടുന്നത്. ഇവരെയൊക്കെ പിടിച്ച് അടിക്കണം. ഇവരെയൊക്കെ പിടിച്ച് ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അവിടെ വർത്താനം പറയണേ. സുഖമല്ലേ കിട്ടണേ. ഇത് ഒറിജിനൽ ആണോ ശരിക്കും ഗൈസ്? അതൊരു MLA സത്യമല്ലേ? ഇവന്മാർക്കൊക്കെ എന്തൊരു ധൈര്യമായിരിക്കും ഒരു MLA വിളിച്ചിട്ട് ഇമ്മാരി വർത്താനം പറയണമെങ്കില്. പോടാ.